അതിനകത്ത് ഇവരുമായി ലഹരി ഇടപാടുകൾ ഒരുപാട് റൂമർ വരുന്നു പറയണം. എന്തെങ്കിലും എവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അവരെ കസ്റ്റഡിയിലെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ ആദ്യം കസ്റ്റഡിയിലെടുത്ത താങ്കളാണ് അവരെ? അതെ ഞാൻ കസ്റ്റഡിയിലെടുത്തത്. ഒരു 5 പേർക്കെതിരെയാണ് മൊഴി തന്നിട്ടുണ്ടായിരുന്നത്. 5 പേർക്കെതിരെയാണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. അതെ. ശ്രീനാഥ് ഫാസി, ഷൈം ടോൺ ചാക്കോ, പിന്നെ ഒരു മോഡൽ. ആദ്യഘട്ടത്തിൽ 3 പേരെ മൊഴിയാണ് തന്നിട്ടുള്ളത്. ഈ 3 പേരാണ് ഇന്ന് ചോദ്യം ചെയ്യുക. അതെ, ഇന്ന് 3 പേര് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എയ്സിയാണ്. ചോദിച്ചറിയാൻ പറ്റും. തുടക്കത്തിൽ തന്നെ ഇവർ ലഹരി ഇടപാട് സാറാണ് അവർ കസ്റ്റഡിയിലെടുത്ത ആദ്യ ഉദ്യോഗസ്ഥൻ താങ്കളാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇവർ ഈ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലേ? ഒരാൾ മൊഴി തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാൻ കഴിയുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥന അങ്ങനെയാണ്. സർ, ഈ കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള വിശദാംശങ്ങൾ ഈ തസ്ലീമ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാം. അദ്ദേഹത്തിനെ ചോദിച്ചാൽ അറിയാൻ പറ്റും. എയ്സിയാണ് അന്വേഷണം. തുടക്കം മുതൽ തന്നെ അവരിത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സിനിമ അതേ രീതിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ലെ? ഈ സിനിമ ബന്ധങ്ങൾ. അതെ. ഒരു കാര്യം, ഈ 3 കിലോ കൊണ്ടുവരുന്ന സമയത്ത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്? ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഈ സിനിമാടന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് 3 പേരെന്തോ ഹാജരാവുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ചിത്രത്തിലില്ലാത്ത മറ്റൊരു പ്രമുഖ നടന്റെ പിന്നിൽ ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്.